എന്നെ വിശ്വാസമാണെന്ന്, മരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുത്തൻ ദൈവത്തെ സാക്ഷി നിർത്തി യാചിക്കുകയാണെന്ന് കരുതിയാൽ മതി. വിശ്വാസമാണെന്ന് ഒന്ന് പറഞ്ഞൂടെ നിർമ്മലേ? വിശ്വാസമാണ്. അവസാന നാളുകളിൽ CKCക്ക് മാനസാന്തരം ഉണ്ടായെന്നോർത്ത് സന്തോഷിക്കണം, അതോ ഇനി മാനസാന്തരപ്പെട്ടിട്ട് എന്ത് കാര്യവും ഓർത്ത് സങ്കടപ്പെടണോ എന്നറിയാത്ത അവസ്ഥയിലല്ല. ഞാനങ്ങ് ചത്തുപോയാലും അയാൾ തിരുത്തി നന്നായി വരികയാണെങ്കിൽ എന്റെ മോനൊരു അച്ഛനുണ്ടാവുമല്ലോ എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക്. ഇതിപ്പോ ഞാനുമില്ല അയാളുമില്ല എന്നുള്ള അവസ്ഥയായിപ്പോയി. CKC ആണ് അവന്റെ അച്ഛനെന്ന് ഗൗതമിനെ ഇനി അറിയിക്കണ്ട മോളെ. ഒരുപക്ഷെ അവൻ അച്ഛന്റെ സ്ഥാനത്ത് CKC അംഗീകരിക്കണമെന്ന് തോന്നിയാൽ പിന്നത് ഒരു വലിയ വിഷമത്തിന് കാരണമാവും. എല്ലാ കാലവും അനാഥനായി ജീവിക്കാനായിരിക്കും എന്റെ മോന്റെ വിധി. സാരമില്ല. CKC ഇങ്ങനെ മാറിയെന്ന് വിശ്വസിക്കാനാവുന്നില്ലല്ലോ ഭഗവാനെ. അയാളുടെ ഈ അസുഖവും മരിച്ചു പോകുന്നുള്ള വാർത്തയൊക്കെ വെറുതെ ആയിരിക്കും. ഒന്നും വിശ്വസിക്കാൻ എന്റെ മനസ്സങ്ങോട്ട് സമ്മതിക്കുന്നില്ല. ഇന്നലെയാണെ കിടന്നിട്ട് ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല. ആ ഗൗതമിന്റെ കയ്യിൽ നിന്ന് എങ്ങനെ ആ കൺസെന്റ് ലെറ്റർ ഒപ്പിട്ട് വാങ്ങിക്കാന്ന് ആലോചിക്കുമായിരുന്നു. നീ എന്തോ പരിപാടിയൊക്കെ ഒപ്പിക്കുന്നു പറഞ്ഞിട്ട് എന്തോ ആയി? ഐഡിയ ഒന്നും കിട്ടിയില്ലേ? ഞാനും മനസ്സിൽ കണ്ട റൂട്ട് പ്രണവിന്റെ അമ്മ വഴിയായിരുന്നു. പക്ഷെ എന്തോ ചെയ്യാനാ, അവര് വിളിച്ചിട്ട് ഫോൺ എടുക്കണ്ടേ? പ്രണവിന്റെ ഫോണിൽ നിന്ന് ഞാൻ വിളിച്ചു നോക്കി, ഒരു രക്ഷയില്ല, അവര് ഫോൺ എടുക്കുന്നില്ല. നിന്റെയോ പ്രണവിന്റെയോ നമ്പർ കണ്ട പാർവതി ആ ഫോണും കൂടി തല്ലി പൊട്ടിക്കും. ബുദ്ധിപൂർവ്വം ആലോചിക്കും. എന്ത് ബുദ്ധി? എടി മോളെ, എന്റെ നമ്പർ പാർവതിയുടെ കയ്യില് കാണില്ല. നീ എന്റെ ഫോണിൽ നിന്ന് വിളിച്ചു നോക്ക്. അമ്മയുടെ നമ്പറിൽ നിന്ന് വിളിച്ചാലും ഞാനാണെന്ന് അറിഞ്ഞ പാർവതി എന്റെ കട്ട് ചെയ്യൂലേ? പിന്നെന്ത് ചെയ്യും? അത് പറഞ്ഞിട്ട് കാര്യമില്ല. കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പാർവതി കട്ട് ചെയ്യാതിരിക്കുന്നത് നിന്റെ പിടുക്ക് പോലെ ഇരിക്കും. കട്ട് ചെയ്യാൻ സമ്മതിക്കരുത്. ഇത് പിടിച്ച എങ്കിൽ പിന്നെ ഒന്ന് വിളിച്ചു നോക്കിയാലോ പ്രണവേ? ഞാൻ സംസാരിക്കൂല, നീ തന്നെ സംസാരിക്കണം. ആള് മയപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നാ മതി. ഒരു നമ്പറാണല്ലോ. ഹലോ ഹലോ ആന്റി, ദയവ് ചെയ്ത് ഫോൺ കട്ടാക്കരുത് പ്ലീസ്. ഇത് ആരുടെ നമ്പറാടി? നിന്റെ നമ്പറിൽ നിന്ന് എടുക്കാത്തത് കൊണ്ടായിരിക്കും നീ കണ്ണി കണ്ട അലവലാദികളുടെ ഫോൺ വാങ്ങി എന്നെ വിളിക്കുന്നതല്ലേ? ഞാനേ രാവിലെ കുളിച്ച് ശുദ്ധി വരുത്തി പുതിയ വസ്ത്രങ്ങൾ ഉടുത്ത് മനസ്സിൽ നല്ലത് മാത്രം ചിന്തിച്ച് അമ്പലത്തിൽ പോകാനായി ഒരുങ്ങിക്കൊണ്ട് നിൽക്കുക. നിന്നോടൊക്കെ സംസാരിച്ചാൽ തന്നെ അശുദ്ധിയായി പോകും. വെക്കടി പോ. ആന്റി ആന്റി വയ്ക്കല്ലേ, ഞാൻ ഒന്ന് പറയുന്നത് കേൾക്ക് പ്ലീസ്. എങ്കിൽ നീയേ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് നിന്റെ വർത്തമാനൊന്നും കേൾക്കേണ്ട ഒരാവശ്യമില്ല. അല്ല ആന്റി, ഒരു രക്ഷയില്ല, എന്റെ സൗണ്ട് എടുത്ത് അപ്പ സ്വഭാവം മാറി. അല്ല, പ്രണവിന്റെ അമ്മ ഏതോ അമ്പലത്തിൽ പോകുന്നല്ലേ പറഞ്ഞു? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് വയ്ക്കൂടെ? നേരിട്ട് കണ്ട കാര്യങ്ങൾ സംസാരിക്കണം. അതിനേത് അമ്പലത്തിൽ അമ്മ പോകുന്നെന്ന് പറഞ്ഞില്ലല്ലോ. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? അമ്മ പോവാൻ സാധ്യതയുള്ളത് ആ ഭദ്രകാളി ക്ഷേത്രത്തില്. നമുക്ക് നേരെ അങ്ങോട്ട് വിട്ടാലോ? അത് വേണോ? വേണം. നിരന്തരം പുറകെ നടന്നാലേ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റൂ. പ്രണവ റെഡിയോ? ഇതങ്ങ് കൊടുക്ക് ഫോൺ. നാണല്ലോ അവൾക്ക്. രാവിലെ എടുത്തു വെച്ച് വിളിച്ചേക്കുന്നു. അവളുടെ അമ്മയുടെ നമ്പർ ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ അങ്ങനെ പറഞ്ഞത്.
അമ്പലത്തിൽ പോകുന്നതിന് എന്തിനാ അമ്മ ഇത്രയും ദേഷ്യം? പിന്നെ എങ്ങനെ ദേഷ്യം വരാതിരിക്കും മോളെ? രാവിലെ ഏതോ നമ്പറിൽ നിന്ന് ശിവാനി വിളിച്ചേക്കുന്നു. അവൾക്ക് എന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. എന്ത് സംസാരിക്കാൻ? ആർക്കറിയാം? ഞാനൊന്നും ചോദിക്കാനും നിന്നില്ല, കേൾക്കാനും നിന്നില്ല. രാവിലെ ഉള്ള മൂട് കളഞ്ഞു. ആ മോളെ, ഞാൻ പോയിട്ട് വരാം.